സുപർണ ആനന്ദ് ഭരതന്റെ സംവിധാനത്തിൽ 1989 പുറത്തിറങ്ങിയ വൈശാലി എന്ന ചിത്രത്തിലെ നായികയായിരുന്നു സുപർണ. അടുത്ത ആശ്രമത്തിലെ മുനികുമാരനാണ് ഞാൻ. മുംബൈക്കാരിയായ സുപർണ 1979 പുറത്തിറങ്ങിയ നാഗിൻ ഓർ സുഗൈൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീടാണ് വൈശാലിയിൽ നായികയായി എത്തുന്നത്. സഞ്ജയ് മിശ്ര, VK ശ്രീകണ്ഠൻ, അശോകൻ, ബാബു ആന്റണി, നെടുമുടി വേണു തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും സുപർണയുടെ നായിക കഥാപാത്രത്തിന് വളരെയധികം ആരാധകർ ഉണ്ടാവുകയും ചെയ്തു. അറിയാത്തതെല്ലാം ഞാൻ പറഞ്ഞു തരാമല്ലോ, ചോദിച്ചോളൂ. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായി 18ഓളം സിനിമകളിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുപർണ മലയാളത്തിൽ വൈശാലിക്ക് ശേഷം വിറ്റ്നസ്, ഉത്തരം, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, ഞാൻ ഗന്ധർവൻ എന്നീ 4 സിനിമകളിൽ കൂടി അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് കാണണം തോന്നുമ്പോഴൊക്കെ കാണണം, വിളിച്ചാ വരാനുണ്ടാവണം. 1979 തുടങ്ങിയ അഭിനയ ജീവിതം 1997 സുപർണ ആനന്ദ് അവസാനിപ്പിക്കുന്നത്. 97 പുറത്തിറങ്ങിയ ആസ്ഥ എന്ന ചിത്രമാണ് ഇവരുടേതായി അവസാനമായി റിലീസായ സിനിമ. പിന്നീട് വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു. വൈശാലി എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ച നമ്മുടെ ഋഷ്യശൃംഗൻ സഞ്ജയ് മിശ്രയായിരുന്നു ഇവർ ആദ്യം വിവാഹം ചെയ്തിരുന്നത്. 2008 വരെ ആ ബന്ധം തുടർന്നു. 2008 ഇരുവരും വേർപിരിഞ്ഞു. ഇപ്പോൾ സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന് കുടുംബജീവിതം നയിച്ചു വരികയാണ് സുപർണ ആനന്ദ്. അടുത്തത് നടി ചഞ്ചൽ. മോഡലിങ്ങിലൂടെയാണ് ചഞ്ചൽ സിനിമയിലേക്ക് വരുന്നത്. 1998 പുറത്തിറങ്ങി ഹരിഹരൻ സംവിധാനം ചെയ്ത് എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ സിനിമയിലേക്ക് വരുന്നത്. ഈ സിനിമയിലെ കുഞ്ഞാത്തോൽ എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതേ വർഷം തന്നെ പുറത്തിറങ്ങി ലോഹിതദാസ് സംവിധാനം ചെയ്ത ഓർമ്മച്ചെപ്പ് എന്ന ചിത്രത്തിൽ ചഞ്ചൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ലാല്, ദിലീപ്, ബിജു മേനോൻ എന്നിവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ കുഞ്ഞാത്തോൽ എന്ന കഥാപാത്രത്തെ പോലെ ഈ സിനിമയിലെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടില്ല. ആരായാലും ഓർമ്മയുണ്ടാവില്ല, കുട്ടിക്കാലത്ത് കണ്ടല്ലോ. പിന്നീട് 1999 പുറത്തിറങ്ങിയ ഋഷിവംശം എന്ന ചിത്രത്തിലും ഇവർ അഭിനയിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് സിനിമയിൽ നിന്നും അവർ പൂർണ്ണമായി മാറി നിന്നു. വിവാഹത്തിന് ശേഷം ഭർത്താവിനോടൊപ്പം അമേരിക്കയിലേക്ക് സെറ്റിലാകുകയും അമേരിക്കയിൽ ഇപ്പോൾ ഡാൻസ് സ്കൂൾ നടത്തി വരികയുമാണ്. അടുത്ത താരം പാർവതി മെൽട്ടൺ ആണ്. റാഫി മെക്കാർട്ടിന്റെ സംവിധാനത്തിൽ 2007 പുറത്തിറങ്ങി മോഹൻലാൽ നായകനായെത്തിയ ഹലോ എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രമായിരുന്നു പാർവതി മെൽട്ടൺ. എനിക്ക് വിശക്കുന്നു. മലയാളത്തിൽ ഈ ഒരൊറ്റ സിനിമയിൽ മാത്രമായിരുന്നു പാർവതി മെൽട്ടൺ നായികയായി എത്തിയത്. ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും തെലുങ്ക്, കന്നഡ ഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഹലോ എന്ന സിനിമ കൂടാതെ 2007 പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രമായ ഫ്ലാഷിൽ കാമിയോ റോളിലും പാർവതി മെൽട്ടൺ എത്തിയിരുന്നു. ഇനി ആരാണ് പാർവതി മെൽട്ടൺ? അമേരിക്കയിലെ കാലിഫോർണിയയിൽ ജനിച്ച പാർവതി മെൽട്ടൺ മോഡലിംഗിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. 2005 റിലീസായ വെന്നല എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് പാർവതി മെൽട്ടൺ സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത്. മലയാളവും ഹിന്ദിയും തെലുങ്കും ഉൾപ്പെടെ വെറും 12 സിനിമകളിൽ മാത്രമാണ് ഇവർ ഇതുവരെ അഭിനയിച്ചത്. ഇതിൽ തന്നെ മിക്കവാറും സിനിമകളിൽ ഐറ്റം ഡാൻസറായിട്ടായിരുന്നു ഇവർ എത്തിയത്. പ്രേക്ഷകരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യമുണ്ടായിട്ടും മോശമല്ലാത്ത അഭിനയശേഷിയുണ്ടായിട്ടും 2012 വരെ മാത്രമാണ് ഇവർ സിനിമാ രംഗത്ത് തുടർന്നത്. 2012 വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു. ഇതേ വർഷം പുറത്തിറങ്ങിയ യമഹോ യമ എന്ന തെലുങ്ക് ചിത്രമാണ് പാർവതി മെൽട്ടൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയത്. ഇപ്പോൾ സിനിമയിൽ നിന്നൊക്കെ മാറി നിന്ന് കുടുംബജീവിതം നയിച്ചു വരുന്ന പാർവതി മെൽട്ടന് ഏകദേശം നമ്മുടെ അടുത്ത നടി സുരഭി ജാവരി വ്യാസ്. സുരഭി ജാവരി വ്യാസ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാൻ സാധ്യതയില്ല. പക്ഷേ 1993 CB മലയാളിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മോഹൻലാലും തിലകനും സുരഭിയും മോഹൻരാജും പ്രധാന വേഷത്തിലെത്തിയ ചെങ്കോൽ എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ ഓർക്കാത്ത മലയാളികളില്ല. ഈ സിനിമയിൽ സുരഭി അവതരിപ്പിച്ച ഇന്ദു എന്ന നായിക കഥാപാത്രം ഇന്നും നമ്മൾ മലയാള പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒന്നാണ്. ചെങ്കോൽ എന്ന ചിത്രത്തിലൂടെ തന്നെയായിരുന്നു സുരഭിയുടെ സിനിമാ കരിയർ ആരംഭിച്ചത്. പിന്നീട് തെലുങ്ക്, ഹിന്ദി സിനിമകളിൽ സജീവമാകുകയായിരുന്നു.
പിന്നീട് 12ഓളം സിനിമകൾ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലും ഹിന്ദി സിനിമകളാണ്. ചെങ്കോൽ എന്ന ചിത്രത്തിന് ശേഷം പിന്നീട് ഇവർക്ക് മലയാളത്തിൽ അവസരങ്ങളൊന്നും ലഭിച്ചില്ലായിരുന്നു. അതോ ഇവർ മലയാളത്തിൽ അവസരങ്ങൾ തിരഞ്ഞെടുക്കാത്തതാണോ എന്നും അറിയില്ല. പിന്നീട് 1996 ഇവർ സിനിമാ ഫീൽഡിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു. 96 പുറത്തിറങ്ങിയ ഹലോ ഡാഡി എന്ന കന്നഡ ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത്. നീതാപുരിയെ നമ്മൾ മലയാളികൾ ഓർക്കുന്നത് 1992 TK രാജീവ്കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടിയും മുരളിയും തിലകനും നീതാപുരിയും പ്രധാന വേഷത്തിലെത്തിയ മഹാനഗരം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ്. ഈ ചിത്രത്തിൽ ഇവരെ അവതരിപ്പിച്ച സോണി എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാളികൾക്കിടയിൽ ഇവർ അറിയപ്പെടുന്നത്. എന്നാൽ ഇവരും പഞ്ചാബി സ്വദേശിയായിരുന്നു. 1983 നടന്ന മിസ് ഇന്ത്യ USA സൗന്ദര്യ മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായിരുന്നു ഇവർ. പിന്നീട് 1985 തന്നെ ഇവർ സിനിമയിലെത്തി. 1987 സത്യമേവ ജയതേ, 88 ആജ് കെ അങ്കാരെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഇവർ ഹിന്ദി സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ഏകദേശം 20ഓളം സിനിമകളിൽ ഇവർ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ മഹാനഗരം എന്ന സിനിമയ്ക്ക് ശേഷം ഇവർക്ക് മലയാളത്തിൽ പിന്നീട് അവസരങ്ങളൊന്നും ലഭിച്ചില്ലായിരുന്നു. എന്നാൽ ഹിന്ദി മലയാളം സിനിമകൾ കൂടാതെ ഏതാനും ചില ബംഗാളി ചിത്രങ്ങളിലും ഇവർ അഭിനയിച്ചിരുന്നു. പിന്നീട് 1999 സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു. അതേ വർഷം പുറത്തിറങ്ങിയ ഹേ കോൻ വോ എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത്. അമൃത പ്രകാശ് കമലിന്റെ സംവിധാനത്തിൽ 2004 റിലീസായ മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന സിനിമയിലെ നായികയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവനോട് മിണ്ടാൻ വരും. അമൃതയോടൊപ്പം ഈ സിനിമയിൽ ഭാനുപ്രിയ, ലാലു അലക്സ്, സുരേഷ് കൃഷ്ണ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. നന്ദിനി എസ് മേനോൻ എന്ന നായിക കഥാപാത്രത്തെ വളരെ മനോഹരമായിട്ട് തന്നെ അമൃത ചെയ്തിരുന്നു. കനി കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവളെയാ. എന്നാൽ ഈ സിനിമയിലൂടെ മാത്രമല്ല, ഇതിനു മുൻപേ തന്നെ നമ്മൾ മലയാളികൾക്കിടയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമായിരുന്നു ഇവർ. 4 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് നമ്മൾ മലയാളികൾക്കിടയിലേക്ക് ഇവർ വരുന്നത്. കേരള ബേസ് ചെയ്തുള്ള ഒരു ചെരുപ്പ് കമ്പനിയുടെ പരസ്യത്തിലാണ് ഇവർ ആദ്യമായി അഭിനയിച്ചത്. രസ്ന, ഡാബർ, ലൈഫ് ബോയ്, സൺസിൽക്ക് തുടങ്ങി 50ലേറെ പരസ്യങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഇവരുടെ പരസ്യം പോപ്പിക്കുടയുടേതാണ്. എന്റെ മഴക്കന്റെ പോപ്പി എന്ന പരസ്യത്തിലൂടെ 90s കിഡ്സിന്റെ ഇടയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. രാജസ്ഥാൻകാരിയായ അമൃത 2001 പുറത്തിറങ്ങിയ തുമ്പിൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് കടക്കുന്നത്. 2002 മേനെ ദിൽ തുജ്കോ ദി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് മഞ്ഞ് പോലൊരു പെൺകുട്ടിയിലേക്ക് എത്തുന്നത്. 2013 വരെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആകെ 8 സിനിമകളിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചത്. സിനിമയിൽ അധികമൊന്നും അഭിനയിച്ചിരുന്നില്ലെങ്കിലും ഹിന്ദി റിയാലിറ്റി ഷോകളിലും TV പ്രോഗ്രാമുകളിലും സീരിയലുകളൊക്കെ ഇവർ സജീവമായിരുന്നു. സോണി, സ്റ്റാർ പ്ലസ് തുടങ്ങിയ പ്രമുഖ ചാനലുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. 2020 പാട്യാല ബേബ്സ് എന്ന സീരിയലിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത്. 2020 വരെ ടെലിവിഷൻ രംഗത്ത് സജീവമായിരുന്നു. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1999 പുറത്തിറങ്ങി മമ്മൂട്ടി, ദിലീപ്, ശ്രീനിവാസൻ, പ്രിയാഗിൽ, പൂജ ബദ്രയും പ്രധാന വേഷത്തിലെത്തിയ മേഘം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളികൾക്കിടയിൽ പ്രിയാഗിലെ ശ്രദ്ധയാവുന്നത്. ഈ സിനിമയിലെ മീനാക്ഷി എന്ന കഥാപാത്രം ഇവരെ മലയാളികൾക്കിടയിൽ ശ്രദ്ധയാക്കി. എന്നാൽ യഥാർത്ഥത്തിൽ പഞ്ചാബി സ്വദേശിനിയായിരുന്നു പ്രിയാഗിൽ. 1996 പുറത്തിറങ്ങിയ തേരെ മേരെ സപ്ന എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. 1995 ഫെമിന മിസ് ഇന്ത്യ ഇന്റർനാഷണൽ സൗന്ദര്യ മത്സരത്തിലെ വിന്നർ കൂടിയായിരുന്നു ഇവർ. ഹിന്ദിയിൽ 1999 പുറത്തിറങ്ങിയ സിർഫ് തും, 2000 ഷാറൂഖ് ഖാൻ നായകനെത്തിയ ജോഷ് എന്നീ ചിത്രങ്ങളിലൂടെ ഹിന്ദിയിലും ഇവർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. മലയാളവും ഹിന്ദിയും കൂടാതെ തമിഴ്, തെലുങ്ക്, പഞ്ചാബി സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലെ മേഘം എന്ന ചിത്രത്തിലെ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് മലയാളത്തിൽ ഇവർക്ക് അവസരങ്ങൾ ലഭിച്ചില്ലായിരുന്നു. 2006 ഇവർ സിനിമയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുന്നത്. 2006 പുറത്തിറങ്ങിയ ഭൈരവി എന്ന ഹിന്ദി ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത്. 1996 മുതൽ 2006 വരെ സിനിമാ രംഗത്ത് സജീവമായ ഇവരുടെ ഇപ്പോഴത്തെ പ്രായം 49 വയസ്സാണ്. അടുത്തത് ശ്രദ്ധ നിഗം. സുനിലിന്റെ സംവിധാനത്തിൽ 1997 പുറത്തിറങ്ങിയ പൂനില മഴ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് ശ്രദ്ധ നിഗം എത്തുന്നത്. ഈ ചിത്രത്തിൽ സഞ്ജയ് മിശ്ര, ശ്രദ്ധ നിഗം, തിലകൻ, നെടുമുടി വേണു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയിൽ ശ്രദ്ധ അവതരിപ്പിച്ച അനു എന്ന നായിക കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പ്രത്യേകിച്ച് ഈ സിനിമകളിലെ പാട്ടുകൾ അതിലേറെ ഹിറ്റാകുകയും ചെയ്തിരുന്നു. പിന്നീട് ഏതാനും ചില ഹിന്ദി സിനിമകൾ ഇവർ അഭിനയിച്ചിരുന്നു. 2000 പുറത്തിറങ്ങിയ ജോഷ്, അതേ വർഷം തന്നെ തിയേറ്ററിലെത്തിയ ആകാശ്, അശോക തുടങ്ങിയ ചിത്രങ്ങൾ അഭിനയിച്ചു.
കൂടാതെ ചില തെലുങ്ക് ചിത്രങ്ങളിലും ഹിന്ദി ടെലിവിഷൻ പ്രോഗ്രാമുകളിലും സീരിയലുകളിലും ഇവർ അഭിനയിച്ചു. പക്ഷേ നമ്മുടെ മലയാള സിനിമയിലേക്ക് വരികയാണെങ്കിൽ പൂനില മഴ എന്ന സിനിമയ്ക്ക് ശേഷം ഇവർക്ക് പിന്നീട് മലയാളത്തിൽ അവസരങ്ങളൊന്നും ലഭിച്ചില്ലായിരുന്നു. ഇവർ മറ്റു ചിത്രങ്ങളിലൊന്നും മലയാളത്തിൽ അഭിനയിച്ചിട്ടുമില്ല. പിന്നീട് സിനിമ ടെലിവിഷൻ മോഡൽ രംഗത്തു നിന്നും ഇവർ മാറി നിൽക്കുകയായിരുന്നു. 2008 കരൺ സിംഗ് ഗ്രോവറിനെ വിവാഹം ചെയ്തു. ആ ബന്ധം 2009 വരെ തുടർന്നു. പിന്നീട് 2012 അടുത്തത് ദിവ്യ ഭാരതി. ശ്രീദേവിക്ക് ശേഷം ഇന്ത്യൻ സിനിമയിൽ ഉയർന്നു വന്ന താരമായിരുന്നു ദിവ്യ ഭാരതി. വെറും 3 വർഷത്തെ സിനിമാ കരിയറിൽ ബോളിവുഡും ഇന്ത്യൻ പരസ്യ മേഖലയും കീഴടക്കിയ നടിയായിരുന്നു ദിവ്യ ഭാരതി. നായകനായിരുന്ന ഷാറൂഖ് ഖാനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടിയായിരുന്നു ഇവർ. 16-ാമത്തെ വയസ്സിൽ 1990 പുറത്തിറങ്ങിയ നിലാപ്പെണ്ണ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ദിവ്യ ഭാരതി അഭിനയത്തിലേക്ക് എത്തുന്നത്. വെറും 3 വർഷത്തെ സിനിമാ കരിയറിൽ 21-ലേറെ സിനിമകളിലാണ് ദിവ്യ ഭാരതി അഭിനയിച്ചത്. ഷാറൂഖ് ഖാൻ, ഗോവിന്ദ, നന്ദപുരി ബാലകൃഷ്ണ തുടങ്ങിയ മുൻനിര താരങ്ങളുടെയൊക്കെ നായികയായി ഇവർ അഭിനയിച്ചിരുന്നു. എന്നാൽ ദിവ്യ ഭാരതിയുടെ മരണം സംഭവിക്കുന്ന കാലത്ത് 11 സിനിമകളിൽ ഇവർ അഭിനയിക്കാൻ കരാറ് സൈൻ ചെയ്തിരുന്നു. 1993 ഏപ്രിൽ 5-നാണ് ദിവ്യ ഭാരതി ഈ ലോകത്തു നിന്നും വിടവാങ്ങുന്നത്. താരപദവിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു ഇന്ത്യൻ സിനിമാ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആ സംഭവം ഉണ്ടാകുന്നത്. ദിവ്യ ഭാരതി താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ 6-ാം നിലയിൽ നിന്നും താഴെ വീണാണ് ദിവ്യ ഭാരതി മരണപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. ദിവ്യ ഭാരതിയുടെ സുഹൃത്തുക്കളും വീട്ടുജോലിക്കാരും ആ സമയം ഫ്ളാറ്റിലുണ്ടായിരുന്നു. ഫ്ളാറ്റിൽ നിന്നും മദ്യപിക്കുന്നതിനിടയിൽ താഴെ വീഴുകയായിരുന്നെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ദിവ്യ ഭാരതിയുടേത് സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണെന്നും പിന്നീട് വാർത്തകൾ വന്നിരുന്നു. ഇവർ മരിക്കുന്ന സമയത്ത് ഏകദേശം 8ഓളം സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് പാതി വഴിയിൽ വെച്ച് മുടങ്ങി. പല ചിത്രങ്ങളിലും പുതിയ താരങ്ങളെ വെച്ച് റീഷൂട്ട് ചെയ്യുകയും ചില സിനിമകളിൽ ബോഡി ഡബിളിനെ വെച്ച് പൂർത്തിയാക്കുകയുമായിരുന്നു. മരിക്കുമ്പോൾ ദിവ്യ ഭാരതിയുടെ പ്രായം 19 വയസ്സ് മാത്രമായിരുന്നു. അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.